നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് 4-5 മാസക്കാലമായി കർക്കിടകൻ രാശിയിൽ നീചസ്ഥനായി നിന്ന് പിന്നീട് വക്രിയായി മിഥുനത്തിൽ പോയി വീണ്ടും കർക്കിടകത്തിൽ വന്ന് വളരെയധികം മനുഷ്യരാശിക്കും കൃഷിക്കും വ്യാവസായിക മേഖലയ്ക്കും വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി, പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഉണ്ടാക്കിയ ചൊവ്വ സേനാനായകൻ നയിക്കുന്ന ചൊവ്വ തൻ്റെ നീചസ്ഥിതി കഴിഞ്ഞ് ഇതാ ആശ്വാസത്തോടുകൂടി തന്നെ സുഹൃക്ഷേത്രമായ ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു മഹാസംഭവം തന്നെ എന്ന് പറയുന്നു. ഒരു ഗ്രഹം നീചസ്ഥിതി കഴിഞ്ഞ് തൻ്റെ സ്വന്തം ക്ഷേത്രമല്ല സുഹൃക്ഷേത്രത്തിലേക്ക് വരികയാണ്. ഈ സുഹൃക്ഷേത്രത്തിൽ നിൽക്കുന്ന ചൊവ്വ എന്തെല്ലാം ശുഭാശുഭ ഫലങ്ങൾ മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാർക്കും ഉണ്ടാക്കും എന്നാണ് നമ്മുടെ ചർച്ചാ വിഷയം. ചൊവ്വ ഭരിക്കുന്ന നക്ഷത്രങ്ങളുണ്ട്. മകേരം, ചിത്ര, അവിട്ടം. ഈ 3 നക്ഷത്രങ്ങളുടെയും രക്ഷാപുരുഷനാണ് ചൊവ്വ. നിങ്ങൾക്ക് പലപ്പോഴും കാണാം ഈ മകേരം നക്ഷത്രം അവസാനത്തെ 30 നാഴിക വരുന്ന മിഥുനൻ രാശിക്കാർ അത് പുരുഷരാശിയാണ്, ഭയങ്കര പൗരുഷം കൂടുതലായിരിക്കും. നേരെ മറിച്ച് മകേരം ഇടവൻ രാശിക്കാർ വളരെയധികം ജീവിതത്തിൽ കോംപ്രമൈസൊക്കെ ചെയ്യും, പ്രത്യേകിച്ച് സ്ത്രീകൾ പുരുഷരായാലും. അപ്രകാരം ചിത്ര നക്ഷത്രം കന്നിരാശി ഫെമിനൈൻ സൈനാണ്, സ്ത്രീ രാശിയാണ്, വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും. മറിച്ച് തുലാൻ രാശിക്കാർ വളരെയധികം പിടിവാശിക്കാരും ഒക്കെയായിരിക്കും, പക്ഷേ വ്യാപാരത്തിൽ വളരെ സമർത്ഥരായിരിക്കും. അപ്രകാരം അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന മകരൻ രാശി അത് പുരുഷനായാലും സ്ത്രീ ആയാലും സൗമ്യമായ സ്വഭാവത്തിലുള്ള ഉടമസ്ഥരായിരിക്കും. കുംഭൻ രാശി അവസാനത്തെ 30 നാഴിക അവർ വളരെയധികം ശക്തരായിരിക്കാം, സ്വകാര്യത കാത്തു സൂക്ഷിക്കും, വളരെയധികം എടുത്തു ചാട്ടക്കാർ ആയിരിക്കും. അതിനാൽ ഒരു ഗ്രഹം നിൽക്കുന്ന ഭാവങ്ങൾ, പ്രത്യേകിച്ച് ചൊവ്വയുടെ മകേരം, ചിത്ര, അവിട്ടം ഈ നക്ഷത്രങ്ങളൊക്കെ തന്നെ അതിൻ്റെ പകുതി ഭാഗം സ്ത്രീരാശിയിലും മറ്റ് പകുതി ഭാഗം പുരുഷരാശിയിൽ നിൽക്കുന്നു. അതിൻ്റെതായ സ്വഭാവ സാജാത്യങ്ങളും വൈജാത്യങ്ങളും നിങ്ങൾക്ക് ദർശിക്കാവുന്നതാണ്. ഇവിടെ ചൊവ്വ എപ്പോഴാണ് മാറുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. ചൊവ്വ 2025 ജൂൺ മാസം 7-ാം തീയതി പുലർച്ചെയാണ് എവിടെ വരുന്നത്? ചിങ്ങൻ രാശിയിലേക്ക് വരുന്നത്. ആ ചൊവ്വ തന്നെ 51 ദിവസം, അതായത് 2025 ജൂലൈ 28 വരെ എവിടെയുണ്ട്? ചിങ്ങൻ രാശിയിലുണ്ട്, തൻ്റെ സുഹൃക്ഷേത്രത്തിലുണ്ട്. മലയാള മാസം നാം ചിന്തിക്കുകയാണെങ്കിൽ 1200 ഇടവമാസം 24-ാം തീയതി മുതൽ കർക്കിടക മാസം 12-ാം തീയതി വരെ 51 ദിവസം ചൊവ്വ സേനാ നായകൻ ചിങ്ങൻ രാശിയിലേക്ക് നിൽക്കുന്നു. സ്വതവേ ചിങ്ങൻ രാശി അധികാരത്തെ സൂചിപ്പിക്കുന്ന രാശിയാണ്, സൂര്യൻ്റെ മൂലക്ഷേത്രമാണ്. അവിടെ ചൊവ്വ നിൽക്കുമ്പോൾ ആ ചൊവ്വയും തൻ്റെ ബലവും പൗരുഷവും പ്രതാപവും ഒക്കെ തന്നെ പ്രകടിപ്പിക്കും. തനിക്ക് ദുർബലമായൊരു രാശിയിൽ വന്ന ഗ്രഹമാണ് തൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് വരുന്നത്. നല്ല ഭക്ഷണം കഴിച്ച് അദ്ദേഹത്തിൻ്റെ ശരീരം മാനസികമായും ശാരീരികമായും അദ്ദേഹം തൻ്റെ ശരീരമൊക്കെ പോഷിപ്പിക്കേണ്ടുന്ന ദിവസങ്ങളാകുന്നു 51 ദിവസം. നാം ഇവിടെ ചർച്ച ചെയ്യുന്നു മേടൻ രാശി മുതൽ മീനം വരെയുള്ള ഈ 51 ദിവസക്കാലം എപ്രകാരം ചൊവ്വ ശുഭാശുഭങ്ങളെ ഫലം ചെയ്യും മേൽപ്പറഞ്ഞ 12 രാശിക്കാരുമെന്ന വിഷയമാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഡോക്ടർ മഹാരാജ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അതിനിടയിൽ ഒരു വാക്ക്, നമ്മുടെ ചാനൽ ഇപ്പോൾ 1 വർഷം കൊണ്ട് നമുക്ക് 32 ലക്ഷം വ്യൂവേഴ്സിൻ്റെ മുകളിലായി കഴിഞ്ഞു. 20,000-ഓളം സബ്സ്ക്രൈബേഴ്സായി. 2600-ഓളം വീഡിയോ ഡോക്ടർ മഹാരാജ് നിങ്ങൾക്കായി ചെറുതും വലുതുമായി നിങ്ങൾക്കായി സമർപ്പിച്ചു. ലോകം മുഴുവനും ഡോക്ടർ മഹാരാജ് എന്ന് നമ്മുടെ പ്രേക്ഷകർ വിളിക്കാറുണ്ട്. അത് വളരെയധികം സന്തോഷദായകമാണ്, സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നു. നമുക്ക് വിവരമുള്ള വിഷയം അതല്പമായാൽ പ്രയാസങ്ങൾ നേരിടുന്ന വ്യക്തിക്ക് അത് എന്ത് കൊടുക്കുക, പകർന്നു കൊടുക്കുക, വിദ്യ അറിവ് പകർന്നു കൊടുക്കുക എന്ന മഹത്തായ ദൗത്യമാണ് ഡോക്ടർ മഹാരാജ് എന്ന ചാനലിലൂടെ നാം ചെയ്യുന്നത്. അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2-കാൽ നക്ഷത്ര സമൂഹം. മേടൻ രാശി ചൊവ്വയുടെ മൂലക്ഷേത്രമാകുന്നു, ചൊവ്വയ്ക്ക് ബലമുള്ള രാശിയാകുന്നു. ഇവിടെ രാശ്യധിപനായ ചൊവ്വയാണ് തൻ്റെ നീചരാശി 4-ാം ഭാവത്തിൽ നിന്നും മാറി 5-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഈ ചൊവ്വയ്ക്ക് എന്തൊക്കെ കാരകത്വമുണ്ട് എന്നെന്ന് നിങ്ങൾ അറിയണം. ചൊവ്വയ്ക്ക് ഭൂമിയുടെ കാരകത്വമുണ്ട്. ഭ്രാതാ സത്വഞ്ചഭൗമ ക്ഷിതിരവി, തൻ്റെ സഹോദരങ്ങൾ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാകുന്നു ചൊവ്വ. പിന്നീട് സത്വം, തൻ്റെ ധൈര്യം, ഇളകാത്ത മനസ്ഥിതി, എന്തിനേയും വെല്ലുവിളിക്കുവാനുള്ള സ്ഥൈര്യം, ചങ്കൂറ്റം, ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാകുന്നു ചൊവ്വ. ക്ഷിതിരവി, ഭൂമിയെ ചിന്തിക്കണം. ഭൂമിപരമായ എല്ലാ വികാസങ്ങളും ചൊവ്വയെ കൊണ്ടാണ് നാം ചിന്തിക്കുന്നത്.
ശരിക്കും യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ കഴിഞ്ഞ 4-5 മാസക്കാലമായി കൺസ്ട്രക്ഷൻ മേഖലയിൽ അശാന്തത ഉണ്ടായിരുന്നു. ആ ചൊവ്വ ബലവാനായി സുക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള അസ്ഥിരത മാറിക്കിട്ടും, തൊഴിലാളികളെ കിട്ടാത്ത ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും. അപ്രകാരം ഭൂമി സംബന്ധിച്ച ക്രയവിക്രയങ്ങൾ, വാങ്ങലും കൊടുക്കലും വളരെ അനുകൂലമായി വരും. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ബുധനും ബലവാനായ 3-ാം ഭാവത്തിൽ സ്വന്തം ക്ഷേത്രത്തിലേക്ക് വന്നു ഇതേ ദിവസം തന്നെ. അതിനാൽ നല്ലൊരു ബ്രോക്കർ, ദൗത്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ ഭൂമിപരമായ വിഷയത്തിൽ ഏറ്റെടുക്കാൻ 2 ഗ്രഹങ്ങളും, ഭൂമി കാരകനായ ചൊവ്വയും അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ബുധനും നന്നായി വരുന്നു എന്നത് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ആശാവഹമായ ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് മേടൻ രാശിക്കാർക്ക്. ഇവിടെ മേടൻ രാശിക്കാർക്ക് ചൊവ്വ 5-ാം ഭാവത്തിൽ നിൽക്കുന്നു. അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. 5-ാം ഭാവം എന്തൊക്കെയാണ്? പ്രജ്ഞാമേധ, പ്രതിഭ, വിവേകശക്തി, പുരാതനം, പുണ്യം, മന്ത്ര, അമാത്യ, തനൂജാഹ, പഞ്ചമത, സൗമനസ്യമപി ചിന്ത്യം. നല്ല മനസ്സാണ് 5-ാം ഭാവം, സൗമനസ്. തൻ്റെ ബുദ്ധി, പ്രതിഭ, വിവേകശക്തി, തൻ്റെ സന്താനങ്ങൾ, ഇതൊക്കെയാണ് 5-ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത്. ശരിക്കും ലഗ്നാധിപനായ മേടൻ രാശിയുടെ അധിപനായ ചൊവ്വ നിൽക്കുന്നത് സന്താന വിഷയത്തിലേക്ക് നല്ലതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം, 5-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നത് അത്ര ശുഭമല്ല തന്നെ. അത് സന്താനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. അസുതോ ധനവർജിത സ്ത്രികോണെ എന്നാണ് 5-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോഴും ശനി നിൽക്കുമ്പോഴും ചൊവ്വ നിൽക്കുമ്പോഴും വരാഹമിഹിര ആചാര്യൻ പറഞ്ഞത്. അസുത, മക്കളില്ലാത്തൊരവസ്ഥ വരും. ധനവർജിത, തനിക്ക് ധനം കൈവിട്ടു പോകും. തൻ്റെ സാമ്പത്തിക വിഷയത്തിൽ തനിക്ക് ധാരാളം പ്രയാസങ്ങളുണ്ടാകും. ചമത്കാര ചിന്താമണിയിൽ ഇപ്രകാരമാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. കുജപ്പഞ്ചമേ ജാഠരാഗ്നി ബലിയാൻ. 5-ൽ ചൊവ്വ നിൽക്കുമ്പോൾ അതിശക്തമായ ജഠരാഗ്നി ഉണ്ടാകും വയറിന്. ഒരു വ്യക്തിയുടെ ദേഹത്തിൽ 5-ൽ ചൊവ്വ വരികയാണെങ്കിൽ ഇരുമ്പ് തിന്നുകയാണെങ്കിലും ദഹിച്ചു പോകുമെന്നാണ് പറയുക. അത്രത്തോളം ജഠരാഗ്നി ഉണ്ടാകും. അതിനാൽ വൈറസ് സംബന്ധമായ രോഗങ്ങളും വളരെ ശ്രദ്ധിക്കണം. 5-ൽ ചൊവ്വ വരുന്ന വ്യക്തി ധാരാളം മസാലകളും അച്ചാറുകളൊക്കെ കോരി തിന്നും. അത് വരുമ്പോൾ വയറിന് അസ്വസ്ഥത ധാരാളമായി ഉണ്ടാകും. ഭോഗേ രോഗഭയം എന്നാണ്. ഭോഗസുഖം കൂടുമ്പോൾ രോഗത്തെ ഭയപ്പെടണം. അതിനാൽ 5-ൽ ചൊവ്വ ഉദരസംബന്ധമായ രോഗങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിക്ക് ജാതം നിഹന്തി ഏകമേവ, ഉണ്ടാകുന്ന സന്താനങ്ങളെ മുഴുവൻ നശിപ്പിക്കുമെന്നാണ് പറയുന്നത് 5-ൽ ചൊവ്വ നിൽക്കുമ്പോൾ. ഇവിടെ പ്രത്യേകം നാം ശ്രദ്ധിക്കണം. 5-ൽ ചൊവ്വ നിൽക്കുമ്പോൾ സ്വഗ്രാമസ്ഥിത ദേവതാ ഗുഹരിബുഹു. 5-ൽ ചൊവ്വ നിൽക്കുമ്പോൾ ദേവതയായ തൻ്റെ ഗ്രാമത്തിൽ നിൽക്കുന്ന ദേവതയായ സുബ്രഹ്മണ്യൻ്റെ ശാപം ഉണ്ടാകുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. ഇവിടെ മന്ത്രസ്ഥാനത്താണ് ചൊവ്വ നിൽക്കുന്നത്. അതിനാൽ ചൊവ്വയുടെ സുബ്രഹ്മണ്യൻ്റെ മന്ത്രം ജപിക്കണം. ചൊവ്വ ശ്രീരാശിയിലാണെങ്കിൽ, ഇത്രയും കാലം കർക്കിടക രാശിയിലായിരുന്നു, അപ്പോൾ നാം ചിന്തിക്കേണ്ടത് ഭദ്രകാളി, ചാമുണ്ഡി മുതലായ ദേവതകളെയാണ്. പക്ഷേ പുരുഷരാശിയിൽ ചൊവ്വ വരുമ്പോൾ ഇവിടെ സുബ്രഹ്മണ്യനാണ് ഏറ്റവും വലിയ ബലം. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, മേഡം രാശിക്കാർ, ഓം വജത് ഭുവേ നമഃ എന്ന ചൊവ്വയുടെ മന്ത്രം ജപിച്ച് വളരെ നന്നാക്കണം. അത് തനിക്ക് മാത്രമല്ല, തൻ്റെ സന്താനങ്ങൾക്കുണ്ടാകുന്ന അരിഷ്ടതകൾ, തൻ്റെ മക്കൾക്കുണ്ടാകുന്ന രോഗാദി അരിഷ്ടതകളിൽ നിന്ന് മാറാം. അവരുടെ വിവാഹ വിഷയങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ ഈ സുബ്രഹ്മണ്യൻ്റെ അനുഗ്രഹം, വജദ്ഭൂ എന്ന സുബ്രഹ്മണ്യൻ്റെ ഈ പേര് നാമമാണ്. അത് ഉച്ചരിക്കുമ്പോൾ ചതുർത്ഥി വിഭക്തി ആയതുകൊണ്ട് ഓം വജദ്ഭുവേ നമഃ. ധാരാളം പര്യായങ്ങളുണ്ട് ചൊവ്വയ്ക്ക്. അറുമുഖൻ, ഷൺമുഖൻ, വേലായുധൻ, ഇതൊക്കെ ചൊവ്വയുടെ സുബ്രഹ്മണ്യൻ്റെ പര്യായവാചികളാണ്. പക്ഷേ ഓം വജദ്ഭുവേ നമഃ അത് വിദ്യയുടെ പൂർണ്ണത വരുത്തും. അതിനാൽ അമ്മമാർ തങ്ങളുടെ മക്കളുടെ പഠന വിഷയം, വിവാഹ വിഷയം, ആരോഗ്യ വിഷയം, ഇതിനൊക്കെ സുബ്രഹ്മണ്യനെ ഭജിക്കണം. ഷഷ്ടിവ്രതം എടുക്കുന്നതും വളരെ നല്ലതാണ്. ഈ 51 ദിവസത്തിനിടയിൽ 2 ദിവസം ഷഷ്ടിവ്രതം വരും, അതും ആചരിക്കുക. തദാനീം അനൽപാമതി കിൽബിഷേബി. ചമത്കാര ചിന്താമണിയിലെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. ഇദ്ദേഹത്തിന് പാപവാസനയിൽ വളരെയധികം താല്പര്യമുണ്ടാകും. പാപരതിയിൽ ഇദ്ദേഹം തൽപരനാകും. മറ്റുള്ളവരെ നശിപ്പിക്കുവാനുള്ള ബുദ്ധി വരും. അതിനാൽ പല തീരുമാനങ്ങളും, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന പല തീരുമാനങ്ങളും ഉപദേശിച്ചു കൊടുക്കുക മറ്റുള്ളവർക്ക്. എന്നിട്ട് അതിലൂടെ മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാക്കുന്ന പല വിഷയങ്ങളിലും താനുണ്ടാക്കുന്ന തീരുമാനങ്ങൾ വളരെയധികം പ്രതിസന്ധികൾ സൃഷ്ടിക്കുമെന്ന് അറിയുക. സ്വയം ദുഗ്ധവ തപ്യതേ അന്തസ്സദേവ. പാലിനെ പോലെ താൻ തിളക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാപവാസന വരും, പാപരതി വരും, അതിനുവേണ്ടി പ്രവർത്തിക്കും. പക്ഷെ അവസാനം പശ്ചാത്താപം വരും തനിക്ക്. അന്തസ്സദേവ, അവസാനം തനിക്ക് ദുഃഖം തോന്നും, താൻ ചെയ്തത് തെറ്റായിപ്പോയി എന്ന്. അതിനാൽ വളരെയധികം ശ്രദ്ധിക്കണം. ആരോഗ്യ വിഷയം മാത്രമല്ല, മറ്റുള്ളവർക്ക് ദുഷ്ടബുദ്ധി ഉപദേശിച്ച് കൊടുക്കരുത്. തൻ്റെ ശത്രുവിനെ നശിപ്പിക്കുവാനുള്ള താല്പര്യത്തിൽ ശത്രുമിത്രമാകുന്ന ഈ കാലത്ത് പലപ്പോഴും താൻ ഉപദേശിക്കുന്ന വിഷയങ്ങളൊക്കെ അവസാനം പിഴച്ചു പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. വേറെ പ്രധാനപ്പെട്ട വിഷയം, 5-ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം നോക്കുന്നത് 11-ാം ഭാവത്തിലേക്കാണ്. ജ്യേഷ്ഠ സഹോദരങ്ങൾക്കും നല്ല സമയമല്ല. ഭൂമിപരമായ വിവാദങ്ങൾ ഉണ്ടാകാതെ നോക്കണം. ഇവിടെ മന്ത്രം ഞാൻ സൂചിപ്പിച്ചു.
ക്ഷേത്രങ്ങളിൽ ചെയ്യേണ്ട ആചരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ സൂചിപ്പിച്ചു. എല്ലാ പ്രിയപ്പെട്ട മേടൻ രാശിക്കാർക്കും ഈ ചൊവ്വ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കണം. ശാരീരികവും മാനസികമായ ബുദ്ധിമുട്ടുകളും വളരെയധികം വീറും വാശിയും വൈരാഗ്യവും ഇതൊക്കെ തന്നെ ബുദ്ധിമുട്ടില്ലാതെ നോക്കുക. പ്രാർത്ഥന ഞാൻ സൂചിപ്പിച്ച് കഴിഞ്ഞു, ഒരിക്കൽ കൂടി പറയുകയാണ്. ഓം വജദ്ഭുവേ നമഃ. മറ്റെല്ലാ കാര്യങ്ങളും ഈ ചൊവ്വ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും. അനാവശ്യമായ ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല മേടൻ രാശിക്കാരെന്ന സതുപദേശം നൽകി തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.